കഴിഞ്ഞ ഏപ്രിൽ 18-ന് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ 2026 ഐപിഎല്ലിലെ ഒരു കിടിലൻ പോരാട്ടമായിരുന്നു നടന്നത്. ഈ പ്രധാനപ്പെട്ട കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇംഗ്ലണ്ട് ഓൾറൗണ്ടറായ ജാമി ഓവർഡൺ ഒരു തീപ്പൊരി ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശരിക്കും മത്സരം മാറ്റിമറിക്കാൻ പോന്ന പ്രകടനം തന്നെയായിരുന്നു അത്. 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഐപിഎല്ലിന്റെ 19ാമത്തെ സീസൺ മാർച്ച് 28-ന് തുടങ്ങി 2026 മെയ് 31 വരെയാണ് നടക്കുക. ഇന്ത്യയിലെ പല വേദികളിലായിട്ടാണ് ഇത്തവണത്തെ മത്സരങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഇത്തവണയും കിരീടം നിലനിർത്താൻ ഇറങ്ങുന്നത്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കാരണമാണ് 74 മത്സരങ്ങളുള്ള ടൂർണമെന്റിന്റെ പൂർണ്ണ ഷെഡ്യൂൾ 2 ഘട്ടങ്ങളായിട്ട് പുറത്തുവിട്ടത്. ഏപ്രിൽ 18-ന് നടന്ന ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം ഇരു ടീമുകൾക്കും ലീഗ് ഘട്ടത്തിൽ നിർണായകമായിരുന്നു. ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ക്യാപ്റ്റൻസിയിലും സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ പരിശീലനത്തിലും ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ മേൽക്കൈ ഉറപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. മുകേഷ് ചൌധരി, അൻഷുൽ കാംബോജ്, മാത്യു ഷോട്ട് എന്നിവരടങ്ങിയ പ്രമുഖ താരങ്ങളാണ് 2026 ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിലുള്ളത്. പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിലും ഡാനിയൽ വെറ്റോറിയുടെ പരിശീലനത്തിലും ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, ലിയാം ലിവിങ്സ്റ്റൺ തുടങ്ങിയ പ്രമുഖ ബാറ്റർമാരുമായും ദിൽഷൻ മധുശങ്ക, ശിവങ്ക് കുമാർ, ഇഷാൻ മലിംഗ എന്നിവരടങ്ങിയ മികച്ച ബോളിംഗ് നിരയുമായിട്ടാണ് മറുപടി നൽകിയത്. പ്ലേ ഓഫ് യോഗ്യയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം കടുക്കുമ്പോൾ ഓരോ മത്സരത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ തീവ്രമായ മത്സരം അടിവരയിടുന്നത്. ഏപ്രിൽ 18-ന് ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ജെയ്മി ഓവർട്ടൺ ശരിക്കും കളം നിറഞ്ഞുകളഞ്ഞു. ഈ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ തന്റെ വേഗതയും ബുദ്ധിപരമായ പന്തെറിയലും കൊണ്ട് തുടക്കം മുതലേ വിക്കറ്റുകൾ വീഴ്ത്തി. അദ്ദേഹത്തിന്റെ ബാക്ക് ഓഫ് എലിന്റെ ഡെലിവറികൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അഗ്രസീവ് ബാറ്റ്സ്മാൻമാരെ ശരിക്കും വലച്ചു. സിഎസ്കെ ടീമിന് ഓവർട്ടൺ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഇത് തെളിയിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് 1.5 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഓവർട്ടൺ 2025-ൽ ഐപിഎല്ലിൽ അരങ്ങേറ്റം കുറിച്ചു. 2026 സീസണിലേക്കും ടീം ഓവർട്ടനെ നിലനിർത്തുകയായിരുന്നു. സിഎസ്കെയുടെ മറ്റൊരു പ്രധാന ബോളറായ മുകേഷ് ചൌധരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇടങ്കയ്യൻ പേസർ പുതിയ ബോളിൽ ഗംഭീരമായി സ്വിംഗ് വരുത്തുന്നതിൽ മിടുക്കനാണ്. മധ്യ ഓവറുകളിൽ നിർണായക വിക്കറ്റുകൾ നേടുന്നതിലും ഇയാൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഭാവി വാഗ്ദാനമായ ഡൊമസ്റ്റിക് ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടറായ അൻഷുൽ കാംബോജിനെയും സിഎസ്കെ 2026 ഐപിഎല്ലിലേക്ക് നിലനിർത്തിയിട്ടുണ്ട്. 2025 സീസണിൽ 8 കളികളിൽ നിന്ന് 8 വിക്കറ്റ് വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് 3.40 കോടി രൂപയ്ക്ക് ടീം അയാളെ നിലനിർത്തിയത്. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വന്നാൽ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ഓൾറൗണ്ടറായ ലിയാം ലിവിങ്സ്റ്റണെ 2026 ലേലത്തിൽ 13 കോടി രൂപക്കാണ് ടീം സ്വന്തമാക്കിയത്. എന്നാൽ 2026 ഐപിഎല്ലിന്റെ തുടക്കത്തിൽ സ്ഥിരമായി കളിക്കാൻ ലിവിങ്സ്റ്റണ് കഴിഞ്ഞിട്ടില്ല. ചെറിയ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ബ്രൈഡൻ കാസിന് പരിക്കേറ്റപ്പോൾ 2026 ഐപിഎല്ലിന്റെ ബാക്കി മത്സരങ്ങൾക്കായി ദിൽഷൻ മധുശങ്ക എന്ന ഇടങ്കയ്യൻ മീഡിയം പേസർ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഇഞ്ചുറി റിപ്ലേസ്മെന്റായി എത്തി. മധ്യപ്രദേശിൽ നിന്നുള്ള 23 വയസ്സുകാരനായ സ്പിന്നർ ശിവങ്ക് കുമാർ 2026-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി ഐപിഎല്ലിൽ അരങ്ങേറ്റം കുറിച്ചു. തന്റെ ഇടങ്കയ്യൻ സ്പിന്നും വാലറ്റത്ത് ബാറ്റ് ചെയ്യാനുള്ള കഴിവും അയാൾ അവിടെ തെളിയിച്ചു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെ മറ്റൊരു പേസറായ ഇഷാൻ മലിംഗ 2025-ൽ ഐപിഎല്ലിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ്. അദ്ദേഹവും ടീമിനൊപ്പമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം 2026 ഐപിഎൽ സീസണിന്റെ വാശിയും പ്രാധാന്യവും എത്രത്തോളമാണെന്ന് ശരിക്കും കാണിച്ചു തരുന്നു. പരിചയസമ്പന്നരായ വിദേശ താരങ്ങളും വളർന്നുവരുന്ന ഇന്ത്യൻ പ്രതിഭകളും ഒത്തുചേരുന്ന ടീമുകളാണ് രണ്ടും. അതുകൊണ്ട് തന്നെ ഐപിഎൽ അറിയപ്പെടുന്നത് തന്നെ ആവേശം നിറഞ്ഞ ക്രിക്കറ്റിനാണ്. 5 തവണ ഐപിഎൽ കിരീടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് സ്ഥിരതയാർന്ന പ്രകടനത്തിനും തന്ത്രപരമായ ടീം രൂപീകരണത്തിനും പേരുകേട്ടവരാണ്. ശക്തമായ ബോളിംഗ് നിരയ്ക്കും വിശ്വസനീയമായ ബാറ്റിംഗ് കരുത്തിനും ഊന്നൽ നൽകുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ടീം. 2016-ൽ കിരീടം നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് മറ്റൊരു ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിട്ട് ടീമിനെ തന്ത്രപരമായി ഉടച്ചു വാർത്തിട്ടുണ്ട്. ഒരു വശത്ത് സർവ്വശക്തിയുമെടുത്ത് ആക്രമിക്കുന്ന ബാറ്റിംഗ് രീതി, മറുവശത്ത് അച്ചടക്കമുള്ള ബോളിംഗ് നിര, ഇതാണ് അവരുടെ ശക്തി. എസ്ആർഎച്ചിന്റെ പ്രധാന ബാറ്റ്സ്മാൻമാരിൽ ട്രാവിസ് ഹെഡും വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് ക്ലാസനും ഉൾപ്പെടുന്നു. എസ്ആർഎച്ചിന്റെ തട്ടകമായ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം മത്സരത്തിന് ആവേശം നിറഞ്ഞ ഒരന്തരീക്ഷമൊരുക്കി. മെയ് 31-ഓടെ 2026 ഐപിഎൽ സീസൺ അവസാനിക്കാനിരിക്കെ ഇങ്ങനെയുള്ള വാശിയേറിയ മത്സരങ്ങളിൽ നിന്ന് നേടുന്ന ഓരോ പോയിന്റും നിർണായകമാണ്. ആരൊക്കെ പ്ലേ ഓഫിലേക്ക് കടക്കും, ആരാണ് ഒടുവിൽ ഈ സ്വപ്ന ട്രോഫി സ്വന്തമാക്കുക എന്ന് തീരുമാനിക്കുന്നത് ഈ പോയിന്റുകളായിരിക്കും.